നമസ്കാരം. ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ചരിത്രപരമായ ഇസ്രായേൽ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനത്തിനപ്പുറം രണ്ട് രാജ്യത്തലവന്മാർ തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിൻ്റെയും തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെയും വിളംബരമായി മാറുകയായിരുന്നു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ഈ കരാർ പൂർത്തീകരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സന്ദർശനത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവയ്പ്പുകളിലൊന്ന് ഭാരതത്തിന്റെ അഭിമാനമായ UPI സംവിധാനത്തെ ഇസ്രയേലുമായി ബന്ധിപ്പിക്കാനുള്ള തീരുമാനമാണ്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഞൊടിയിടയിൽ സുഗമമാകും. ഇതിനു പുറമെ ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മേഖലയിൽ വലിയ ഉണർവ് നൽകും. ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും UPI സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 2017 ചരിത്രപരമായ സന്ദർശനത്തിന് ശേഷം മോദി നടത്തുന്ന രണ്ടാമത്തെ ഇസ്രായേൽ സന്ദർശനമാണിത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ സുഹൃത്തെന്നും സഹോദരനെന്നുമാണ് വിശേഷിപ്പിച്ചത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനൊപ്പം നിന്നതിന് നെതന്യാഹു മോദിയോട് നന്ദി പറഞ്ഞു. വിമാനത്താവളത്തിൽ വെച്ച് ഇരു നേതാക്കളും കെട്ടിപ്പിടിച്ചതിനെ മോദി ഹഗ് എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ അടയാളമാണെന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. ഗാസ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി മനുഷ്യത്വം ഒരിക്കലും സംഘർഷത്തിന്റെ ഇരയാകാൻ പാടില്ലെന്ന് ഓർമ്മിപ്പിച്ചു. ഗാസ സമാധാന പദ്ധതിയെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. മാനവികത ഒരിക്കലും സംഘർഷത്തിന്റെ ഇരയാകരുത്. ഗാസ സമാധാന പ്ലാനിലൂടെ സമാധാനത്തിലേക്കുള്ള ഒരു വഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഈ ശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണച്ചിട്ടുണ്ട്. ഭാവിയിലും എല്ലാ രാജ്യങ്ങളുമായി ഞങ്ങൾ ചർച്ചകളും സഹകരണവും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഒക്ടോബർ 7 കൂട്ടക്കൊലയെ അപലപിക്കുമ്പോൾ തന്നെ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന സന്ദേശത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ തന്റെ ചരിത്രപരമായ പ്രസംഗത്തിനിടെ സമാധാനത്തിന്റെ പാത എപ്പോഴും എളുപ്പമല്ലെങ്കിലും ചർച്ചകൾക്കും സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ച ഗാസ സമാധാന പദ്ധതി ആ പ്രദേശത്ത് നീതിയുക്തവും ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള പാതയായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഭീകരവാദവും എല്ലായിടത്തെയും സമാധാനത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. UN സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ച ഗാസ സമാധാന പദ്ധതി ഒരു വഴി വാഗ്ദാനം ചെയ്യുന്നു. ഈ പദ്ധതിക്ക് ഇന്ത്യ അതിന്റെ ഉറച്ച പിന്തുണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫലസ്തീൻ പ്രശ്നത്തെ പരിഗണിച്ചുകൊണ്ടുൾപ്പെടെ ആ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിന്റെ വാഗ്ദാനം ഇത് നൽകുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ ശ്രമങ്ങളും വിവേകം, ധൈര്യം, മനുഷ്യത്വം എന്നിവയാൽ നയിക്കപ്പെടട്ടെ. സമാധാനത്തിലേക്കുള്ള പാത എപ്പോഴും എളുപ്പമല്ല. എന്നാൽ ഈ പ്രദേശത്തെ ചർച്ചകൾക്കും സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഇന്ത്യ നിങ്ങളോടും ലോകത്തോടും ഒപ്പം ചേരുന്നുവെന്നാണ് പ്രധാനമന്ത്രി മോദി നെസറ്റിൽ പറഞ്ഞത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ മോദി നടത്തിയ പ്രസംഗം ഇസ്രായേലികളെ വികാരാധീനരാക്കിയെന്ന് നെതന്യാഹു പറഞ്ഞു. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ ഇസ്രായേലിന്റെ വേദന പങ്കുവെക്കുന്നതായി മോദി പറഞ്ഞു. ഭീകരവാദം എവിടെയായാലും അത് എല്ലായിടത്തെയും സമാധാനത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോളോകോസ്റ്റ് സ്മാരകമായ യാദ് വാഷയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. അവിടെ ഇരയായവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. നെതന്യാഹുവിന്റെ ഭാര്യ സാറയുടെ ബന്ധുക്കളുടെ പേരുകളും സ്മാരകത്തിൽ മോദി കണ്ടു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ശാസ്ത്രം, ഇന്നോവേഷൻ, ജല മാനേജ്മെന്റ്, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആഗോള വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.